എല്ലാവർക്കും വേൾഡ് ഓഫ് ഹ്യൂമാനിറ്റീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ +2 മലയാളം ഫസ്റ്റ് യൂണിറ്റ് ആയുള്ള എഴുത്തകം എന്ന യൂണിറ്റിലെ 3 പാഠഭാഗങ്ങളും പഠിച്ചു. ഇനി ആ ഒരു യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പി പത്മരാജൻ നമ്മൾ കേൾക്കാത്ത പേരൊന്നുമല്ല. മലയാള സാഹിത്യത്തില് തന്റേതായ ഒരിടം നേടിയെടുത്ത ഒരു എഴുത്തുകാരൻ, വായനക്കാരുടെ മനസ്സിലും മലയാള സാഹിത്യത്തിലും തന്റേതായ ഒരിടം കണ്ടെത്തിയ എഴുത്തുകാരനാണ് അദ്ദേഹം. ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്താണ് അദ്ദേഹം ജനിച്ചത്. അതുകൂടാതെ ഒരുപാട് മേഖലകളിൽ പി പത്മരാജൻ പ്രശസ്തനാണ്. അതായത് ചലച്ചിത്ര സംവിധായകൻ, അതുപോലെ നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില കഥാസമാഹാരങ്ങളാണ് ഈ പറയുന്ന പത്മരാജന്റെ കഥകൾ, അഭരൻ എന്നിവയൊക്കെ. പിന്നെ നോവലുകളിലെ പ്രതിമയും രാജകുമാരിയും, നക്ഷത്രങ്ങളെ കാവൽ പോലുള്ള നോവലുകളൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഏത് കാര്യം പഠിക്കുമ്പോഴും, അത് പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ നമ്മളൊരു രചന പഠിക്കുമ്പോൾ അത് എഴുതിയ ആളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്കിനി നമ്മുടെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അപ്പൊ നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത് അവകാശങ്ങളുടെ പ്രശ്നമാണ്. ഈ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥ നമുക്ക് ലോജിക്കലി ചിന്തിക്കുമ്പം അത്ര എളുപ്പം മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ പി പത്മരാജൻ തന്റെ എല്ലാ എഴുത്തുകളിലും അങ്ങനെ ഒരു നിഗൂഢത, അല്ലെങ്കിൽ നമുക്ക് അത്ര എളുപ്പം മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ കൂടി വളരെ മനോഹരമായിട്ടുള്ള ഒരു ആവിഷ്കരണ രീതി അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമയാണ് ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്നത്. എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അറിയത്തില്ല, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. വളരെ മനോഹരമായ ഒരു സിനിമയാണ്. അപ്പം ആ സിനിമ പോലെ തന്നെ, അങ്ങനെ അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ മാനുഷികമായിട്ടുള്ള ഒരുപാട് വികാരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും ഇതിനൊക്കെ പുറമെ ചില ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ, ജീവിതത്തിന്റെ ഒരു വരണ്ട സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു മനുഷ്യൻ വീണു പോകുന്ന നിമിഷങ്ങൾ, അങ്ങനെ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ പ്രത്യാശയും പ്രതീക്ഷയും വേദനകളും എല്ലാം അദ്ദേഹത്തിന്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മലയാള കഥയിൽ ആധുനികതയുടെ വരവറിയിച്ചവരിൽ പ്രധാനിയാണ് പി പത്മരാജൻ. അപ്പം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എഴുത്തുകാരനെ മറക്കാൻ സാധിക്കുന്നതല്ല. അപ്പൊ എഴുത്തുകാരന്റെ മനോഹരമായിട്ടുള്ള ആ ഒരു കഥ നമ്മൾ മനോഹരമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ ക്ലാസ്സും എന്റെ കൂട്ടുകാർക്ക് കിട്ടും. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ. അവകാശങ്ങളുടെ പ്രശ്നം. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവായിരുന്നു അത്. ഒരുച്ചയ്ക്ക് ഒരാൾ വിയർത്ത് കിടച്ച് അവിടേക്ക് കയറി ചെന്നു. അയാൾ ആദ്യമായാണ് ആ ഭാഗത്ത് വരുന്നതെന്ന് അപരിചിതമായൊരു പകച്ചുനോട്ടം വിളിച്ചറിയിച്ചു. അതായത് ഞാൻ പറഞ്ഞു, തുടക്കം നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവ്. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഭാവനയിൽ കാണുക. മരിച്ചവരുടെ മാത്രം ചിത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒരു തെരുവ്. അവിടെ തന്നെ വല്ലാത്തൊരു നിഗൂഢത, എന്തൊക്കെയോ ഒരു പറയാത്ത കാര്യം പറയാൻ വെക്കുന്ന പോലെ. ഒരു ഉച്ചയ്ക്ക് ഒരാൾ വിയർത്ത് കിതച്ച്, ആ ഒരു വിയർത്ത് കിതച്ച് വരുന്നു എന്നുള്ള ആ ഒരു ഇതിലെ പ്രയോഗങ്ങളിൽ നമുക്ക് കാണാം. അയാൾ ഭയങ്കര ടെൻഷൻ ഉള്ള ഒരു അവസ്ഥയിലാണ്. എന്തൊക്കെയോ ഒരു നഷ്ടപ്പെട്ട, എന്തോ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ പെരുമാറുന്ന രീതി വ്യത്യസ്തമായ രീതിയിൽ ഭയങ്കര വിയർത്ത് കിതച്ച് ടെൻഷനായി വെപ്രാണത്തിലേക്കാണ് അവിടേക്ക് വരുന്നത്. അയാൾ ആദ്യമായാണ് ആ ഭാഗത്ത് വരുന്നതെന്ന് അപരിചിതമായ ഒരു പകച്ചുനോട്ടം വിളിച്ചറിയിച്ചു. കാരണം അയാളുടെ ആ ഒരു പെരുമാറ്റമൊക്കെ കാണുമ്പോൾ തന്നെ അയാൾ ആദ്യമായിട്ടാണ് ആ ഭാഗത്തേക്ക് വരുന്നതെന്ന് മനസ്സിലാവുകയാണ്. ഛായാപടങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് ആ അമ്പരപ്പ് പെട്ടെന്ന് മനസ്സിലായി. കണ്ടോ, അവർ ഇത്തരം എത്ര പകച്ച മുഖങ്ങളെ കാണുന്നതാണ്. എന്താ നിങ്ങളുടെ പേര്? കച്ചവടക്കാർ അയാളോട് വാത്സല്യപൂർവ്വം തിരക്കി. ദിവാകരൻ. എന്താ ദിവാകരന് വേണ്ടത്? എനിക്ക് കുറെ ചിത്രങ്ങൾ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, ദിവാകരൻ പറഞ്ഞു. അപ്പൊ കച്ചവടക്കാരൻ ചോദിക്കുന്നു, ദിവാകരൻ അതിന് മറുപടി പറഞ്ഞു. എനിക്ക് കുറെ ചിത്രങ്ങൾ കിട്ടിയാൽ കൊള്ളാം എന്നാണ് ദിവാകരൻ പറയുന്നത്. എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു. എന്താ? എന്റെ അച്ഛന്റെയും അമ്മയുടെയും ചിത്രങ്ങൾക്ക് വേണ്ടി. അപ്പൊ എന്താ ഈ മനുഷ്യൻ പറയുന്നത് നമുക്ക് തോന്നും. നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും ചിത്രം അന്വേഷിച്ച് നമ്മൾ പോകേണ്ട ഒരു ആവശ്യമുണ്ടോ? മരിച്ചവരുടെ മാത്രം ഛായാപടങ്ങൾ വിൽക്കുന്ന ഒരു തെരുവ്, അവിടേക്ക് ഒരാൾ ഉച്ച സമയത്ത് പോവുകയാണ്. എന്താ ചോദിക്കുന്നേ? എന്റെ അച്ഛന്റെ അമ്മയുടെയും ചിത്രങ്ങൾക്ക് വേണ്ടി. ഞാൻ ഇനി പോകാനൊരിടമില്ല. അവസാനം ഇന്നിപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. ഒരു പക്ഷേ
നിങ്ങളുടെ തെരുവിൽ നിന്ന് എനിക്കത് കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷ, അല്ലെ? എനിക്ക് എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു, എനിക്ക് കിട്ടിയില്ല, പക്ഷെ ഒരു പ്രതീക്ഷ ഇവിടെ ഉണ്ടാകുമെന്ന്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അയാൾ വിവശനായി കഴിഞ്ഞിരുന്നു, തളർന്നു. അയാളുടെ നെറ്റിത്തടത്തിൽ പുതിയ ഗോളങ്ങളുണ്ടായി. വിയർത്ത് തളർന്ന് ക്ഷീണിതനായി. നിങ്ങൾക്ക് കിട്ടിയ അറിവ് ശരിയാണ്. ഒരു കച്ചവടക്കാർക്ക് മാത്രം സ്വായത്തമായും നിർവികാരതയോടെ അറിയിച്ചു. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ദിവാകരന്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. പെട്ടെന്ന് സന്തോഷം വന്നു. ആ ഒരു തളർന്ന ഒരു അവസ്ഥയിൽ നിന്ന് ചെറുതായി പ്രതീക്ഷ വന്നു. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സന്തോഷം വന്നു. അപ്പം സഹായിക്കുമോ? അയാൾ ചോദിച്ചു. ശരിക്കും, ഷുവർ, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. കച്ചവടക്കാർക്ക് ചിരി വന്നു. ഒരു കൂട്ടുചിരിക്കിടയിൽ അവർ പരസ്പരം കണ്ണുകളിൽ നോക്കി. ഒരു പരിഹാസം. ഞങ്ങൾ പാതി നിങ്ങൾ പാതി എന്നതാണ് ഇവിടത്തെ പ്രമാണം. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ നിങ്ങൾ തപ്പി കണ്ടുപിടിക്കണം എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അവരിൽ ഒരാൾ സൗമ്യമായി പറഞ്ഞു. നിങ്ങൾക്ക് ഈ തെരുവിലെ ഏത് ഛായാപടവും പരിശോധിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം തന്നാൽ തൽക്കാലം തൃപ്തിപ്പെടാമല്ലോ, അല്ലേ? ഇരുഭാഗത്തുമുള്ള കടകളിൽ അസംഖ്യം ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. ഒരുപാട് ചിത്രങ്ങളാണ് അവിടെ ഉള്ളത്. അവയുടെ സംഖ്യ ദിവാകരനെ ഭയപ്പെടുത്തി. കാരണം ഇത് ഞാൻ അവസാനം നിങ്ങൾക്കത് പറഞ്ഞു തരാം. നമ്മുടെ യഥാർത്ഥ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഈ ഒരു കഥ പുലർത്തുന്നുണ്ട്. ഈ കഥയിലെ ചില സാഹചര്യങ്ങൾ പുലർത്തുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഒരുപാട് ചിത്രങ്ങളാണ്. അത് കണ്ടിട്ട് ഇയാൾക്ക് പേടിയാവാൻ തുടങ്ങി. കാരണം ഇയാൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു സംശയം ഉയരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇയാൾ പറയുന്നതെന്ന് തോന്നും. കാരണം അച്ഛന്റെ അമ്മയും നമുക്ക് നമ്മുടെ അച്ഛന്റെ അമ്മേന്റെയും ചിത്രം അവരെ എവിടെയെങ്കിലും വഴിയിൽ കണ്ടെത്താൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മുടെ ജീവിതമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്നവരല്ലേ നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. പക്ഷെ ഈ ദിവാകരൻ അച്ഛന്റെ അമ്മേന്റെ ചിത്രം നോക്കിയാണ് തെരുവിൽ വരുന്നത്. ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ട് അയാൾക്ക് വെപ്രാളം പിടിക്കുന്നു. ഇതിൽ ഏതാണെന്ന് തന്നെ അയാൾക്ക് തിരിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ അയാൾ ഇനി വരുന്നുണ്ട്. അവയുടെ സംഖ്യ ദിവാകരനെ ഭയപ്പെടുത്തി. ആദ്യത്തെ കടയിൽ അയാൾ വിപുലമായ തിരച്ചിൽ തന്നെ നടത്തി. അപ്പൊ തുടക്കം നല്ല ഓരോന്നൊക്കെ എടുത്തൊക്കെ നോക്കി. അനവധി മുഖങ്ങൾ, അനവധി കണ്ണുകൾ, അവയിൽ പലതും താൻ അറിയുന്നവയെന്ന് ദിവാകരന് തോന്നി. ഈ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ട് എല്ലാം എനിക്ക് അറിയുന്നതാണ്, എല്ലാം എന്റെ അച്ഛനും അമ്മയുമാണ് എന്നൊക്കെ ഒരു തോന്നൽ. ഓരോ ചിത്രവും മുന്നിലെത്തുമ്പോൾ അയാൾ വിചാരിച്ചു, ഞാൻ പറഞ്ഞില്ലേ, ഇതാ എന്റെ അച്ഛൻ, ഇതാ എന്റെ അമ്മ. പക്ഷേ അയാൾക്ക് ഒരിക്കലും ആവശ്യമുള്ള ചിത്രങ്ങൾ കിട്ടിയതേയില്ല. ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. നമുക്കിപ്പോ ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, അയാൾക്ക് എന്തോ സംഭവിച്ച അയാളെ നഷ്ടമാകുന്നു, പിന്നെ എവിടെ നോക്കിയാലും അയാളെ കാണുന്നു, ചിന്തകളിൽ, കാഴ്ചകളിൽ എന്നൊക്കെ പറയുന്ന പോലെ ദിവാകരനുള്ള ചിത്രം മൊത്തം കണ്ടിട്ട് ഏത് ചിത്രം കണ്ടാലും ഇതെന്റെ അമ്മ, ഇതെന്റെ അച്ഛൻ എന്നുള്ളൊരു തോന്നലാണ്. ആദ്യത്തെ കട വിട്ടിറങ്ങുമ്പോൾ അയാൾ കച്ചവടക്കാരനോട് ചോദിച്ചു, ഒരു കടയിൽ കണ്ടത് വേറൊരു കടയിൽ കാണുകയില്ലല്ലോ അല്ലേ? അങ്ങനെ ഉറപ്പൊന്നുമില്ല, വികൃതമായ മന്ദഹാസത്തോടെ കടക്കാരൻ പറഞ്ഞു. വികൃതമായ മന്ദഹാസം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അതിന് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? വികൃതമായ വെച്ചാൽ ഒരു ക്രൂരമായ, അല്ലെങ്കിൽ ഒരു നമുക്ക് അത്ര എളുപ്പം വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഒരു മന്ദഹാസം. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടെ കണ്ടത് അത്രയും കാണാമെന്ന്. കിട്ടുന്ന പടങ്ങൾ മുഴുവൻ ഞങ്ങൾ ശേഖരിച്ചു വെക്കുന്നു. ഒരു പടം തന്നെ ചിലപ്പോൾ എല്ലാ കടകളിലും കണ്ടെന്ന് വരും. ദിവാകരന് പരിഭ്രമം തോന്നി. രണ്ടാമത്തെ കടയിൽ നിന്ന് പരിശോധനയും കഴിഞ്ഞ് നിരാശനായി ഇറങ്ങുമ്പോൾ അവിടുത്തെ കച്ചവടക്കാരൻ അന്വേഷിച്ചു, ഏതെങ്കിലും കുറെ പടങ്ങൾ പോരെ? ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത്ര ബുദ്ധിയാണോ? വെറുതെ സമയം പാഴാണ്. നോക്കി, ഏതെങ്കിലും ഒന്ന് എടുത്താൽ പോരെ? ഇവിടെ കുറെ ചിത്രങ്ങളുണ്ട്, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുത്താൽ പോരെ എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, നമുക്ക് വേണ്ടതല്ലേ നമ്മൾ എടുക്കുക. പക്ഷെ ദിവാകരനോട് പറയാണ്, ഏതെങ്കിലും എടുത്താൽ പോരെ, എന്തിനാ ഇങ്ങനെ ഓരോന്ന് തപ്പി സമയം കളയുന്നത്? എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങളാണ് ഞാൻ തിരക്കുന്നത്, കണ്ടവന്റെ ഒന്നും പടം എനിക്ക് ആവശ്യമില്ല. ദിവാകരന് ദേഷ്യം വന്നു. കണ്ടവന്റെ ചിത്രമൊക്കെ എനിക്ക് എന്റെ അച്ഛൻ്റെ അമ്മേന്റെയും ചിത്രമാണ് വേണ്ടത്, എനിക്ക് വേണ്ടപ്പെട്ടവരുടെയാണ് ഞാൻ തിരക്കുന്നത്. അതുകൊണ്ട് ഇമാതിരി വർത്തമാനം ഒന്നും എന്നോട് പറയണ്ട എന്നുള്ള രീതിയിൽ ദിവാകരൻ ദേഷ്യപ്പെടുകയാണ്. മൂന്നാമത്തെ കച്ചവടക്കാരൻ ചോദിച്ചു, വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്താ ഉറപ്പ്? എനിക്കറിയാം, ദിവാകരൻ പിറുപിറുത്തു. എങ്കിലും ആ ചോദ്യം അയാളെ ചെറുതായി കുഴക്കി. ഒരു നേരിയ സംശയം, എനിക്ക് പറ്റില്ലേ? നമ്മുടെ ലൈഫിലും നമ്മൾ ചിലപ്പം ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും, എനിക്കത് കണ്ടെത്താൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റും എന്നൊക്കെ. പക്ഷെ ചില സമയത്ത് മറ്റുള്ളവർ നമ്മളോട് പറയാണ്, വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ? എന്താ ഒരു ഉറപ്പ് എന്ന് ചോദിക്കുന്നവർ, നിനക്കിത് നേടാൻ പറ്റുമോ? എന്താ ഒരു ഉറപ്പ്
ആൾക്കാർ സംസാരിക്കാം. അപ്പൊ ദിവാകരനും അതങ്ങോട്ട് കുറച്ചൊന്ന് ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു പ്രത്യാശയ്ക്ക് ചെറിയൊരു മങ്ങൽ വന്നു. എനിക്കിനി കണ്ടെത്താൻ പറ്റുമോ എന്നൊരു സംശയം, അത് ചെറുതായിട്ട് കുഴക്കി എന്ന് പറയുന്നതിലൂടെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ പിന്നീട് അസംഖ്യം ഛായാപടങ്ങളിൽ ഒന്ന് അച്ഛൻ്റെതായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ദിവാകരന് തന്നെ യാതൊരു ഐഡിയ ഇല്ല. 10,000-കണക്കിന് ചിത്രങ്ങൾ ഒറ്റ മധ്യാഹ്നം കൊണ്ട് താൻ പരിശോധിച്ച് കഴിഞ്ഞിരുന്നു. കണ്ട് ഏതാണ്ട് എല്ലാ പടങ്ങളും ഒരുപോലെയാണെന്ന് വരെ അയാൾക്ക് തോന്നിത്തുടങ്ങി. അപ്പം ഒരുപാട് ചിത്രങ്ങൾ, 10,000-കണക്കിന് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് കണ്ണുകൾ, അവസാനം എല്ലാം കൂടി കണ്ട് ദിവാകരന് എല്ലാം ഒരുപോലെ ഇരിക്കുന്നതായിട്ട് തോന്നുകയാണ്. എല്ലാം അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയുമായിട്ടൊക്കെ തോന്നുകയാണ്. സന്ധ്യയായപ്പോൾ 16ാമത്തെ കടയിൽ നിന്ന് വെറും കൈയുമായി ദിവാകരൻ ഇറങ്ങി. ഒന്നും കിട്ടിയില്ല. അയാൾക്ക് നന്നേ ക്ഷീണം തോന്നി. അതുവഴി കടന്നുപോയ ഒരു വഴിയാത്രക്കാരനെ വിളിച്ചു നിർത്തി അയാൾ ചോദിച്ചു, ഈ തെരുവിൽ എത്ര കടകളുണ്ട്? എനിക്കറിയില്ല, ആരും കണക്കെടുത്തിട്ടില്ലെന്ന് മാത്രം അറിയാം. അയാൾ പറഞ്ഞു, 1000-കണക്കിന് ഉണ്ടാവണം. ദിവാകരൻ അമ്പരന്നു പോയി. ഇനി എത്ര മുഖങ്ങളിലൂടെ കണ്ണോടിച്ചാലാണ് തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്ന് അയാൾ അത്ഭുതപ്പെടുകയായിരുന്നു. അതായത് 1000-കണക്കിന്, ഇത്രയും അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ഇനിയും അന്വേഷിച്ചാൽ എനിക്ക് കിട്ടുമോ? ആ ഒരു സങ്കടം. എന്നിട്ടും അയാൾ ശ്രമം ഉപേക്ഷിച്ചില്ല. അതൊരു നല്ല കാര്യമല്ലേ? നമ്മൾ ചിലർ വീണുപോയാലും നമ്മളെ തളർത്തുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാലും നമ്മൾ നമ്മുടെ ശ്രമം ഉപേക്ഷിക്കരുത്. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലെ? ഇപ്പൊ രാത്രി ആയതോടെ തെരുവിൽ വിളക്കുകൾ തെളിഞ്ഞു. ഓരോ കച്ചവടക്കാരനും അവനവന്റെ കട കഴിയുന്നത്ര ഭാവനാപൂർണമായി വെളിച്ചം കൊണ്ട് നിറയ്ക്കാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ദിവാകരൻ ശ്രദ്ധിച്ചു. എന്നാൽ വീണ്ടും 2-3 കടകൾ കൂടി പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ വെളിച്ചത്തിന് പിന്നിൽ ചതിവുണ്ടെന്ന് മനസ്സിലായത്. ദീപാലങ്കാരങ്ങളുടെ സ്വഭാവം, ചതിവ്, നമ്മൾ ശ്രദ്ധിച്ച ഒരു വാക്ക് ശ്രദ്ധിച്ചോ, വ്യത്യസ്തമായിരുന്നെങ്കിലും ഛായാപടങ്ങൾ സൂക്ഷിക്കുന്ന മുറികളിലെ വെട്ടത്തിന് ഏതാണ്ട് ഒരേ സ്വഭാവമാണ് ഉള്ളതെന്ന് അയാൾക്ക് തോന്നി. ഒരുതരം പ്രകാശം. ആ ധാരാളിത്തത്തിൽ മുഖങ്ങൾക്ക് ഏകാന്തത വീണിരിക്കുന്നു. അതായത് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ എല്ലാ വെളിച്ചങ്ങളും നമ്മളെ നേർവഴിക്ക് നയിക്കുന്നതായിരിക്കില്ല. പൊതുവെ നമ്മൾ പറയും ഇരുട്ട് എന്ന് പറയുന്നത് നമുക്ക് പേടിപ്പെടുത്തുന്ന ഒന്നാണ്. അന്ധകാരമായിട്ടുള്ള വഴികളിലൂടെ നടന്നാല്, അന്ധകാരമുള്ള വഴികളിലൂടെ നടന്നാല് നമുക്ക് കാലിടറി പോകാം, നമുക്കൊന്നും കാണാൻ പറ്റില്ല, ചുറ്റുമുള്ളത് ആരാ എന്താ ഒന്നും നമുക്ക് മനസ്സിലാവില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ അതേപോലെ തന്നെ ചില വെളിച്ചങ്ങൾ നമ്മളിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നതായിരിക്കും. എല്ലാ വെളിച്ചവും നല്ലതല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെയുണ്ട്. അതായത് ഈ രാത്രി ഞാൻ പറയാറില്ല, നമ്മൾ തുണിക്കടയിൽ, അതായത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയി കഴിഞ്ഞാല് രാത്രി സമയത്ത്, ഈവൻ രാത്രി സമയം പോലും വേണ്ട, ഒരു പകൽ സമയം ഉച്ച കഴിഞ്ഞൊക്കെ പോകുമ്പോൾ നമുക്ക് ചില ഡ്രസ്സ് നമ്മൾ കാണുന്ന അവിടെ നിന്ന് എടുത്തു, അതാ എപ്പോഴും പറയും രാത്രി പോയി എടുക്കരുത്. നമ്മൾ അവിടെ നിന്ന് കാണുന്ന നിറമല്ലായിരിക്കും വീട്ടിൽ വന്ന് ചിലപ്പോൾ നമ്മുടെ ആ വീട്ടിലെ ലൈറ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ അതെന്താ കണ്ടോ, വെളിച്ചം നമ്മളെ ചതിച്ചില്ലേ? അവിടെയുള്ള വെളിച്ചത്തിൽ നമ്മൾ ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ട കളർ കണ്ട് തിരഞ്ഞെടുത്തു, പക്ഷെ വീട്ടിൽ വന്നപ്പം ചിലപ്പോൾ ആ നിറം ആയിരിക്കില്ല, ചെറിയൊരു വ്യത്യാസമൊക്കെ കാണും. അതുപോലെ തന്നെ ഈ വെളിച്ചം എന്ന് പറയുന്നത് ദിവാകരനിൽ വല്ലാത്തൊരു സംശയം ജനിപ്പിക്കുകയാണ്. ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അയാളെ കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ എന്താ പറയാ, ഒരു കച്ചവടക്കാരുടെ ഒരു തന്ത്രമായിരിക്കാം അത്. ഉപഭോക്താക്കൾ അതിലെ ആകെ അധികം അങ്ങേയറ്റം ക്ലേശിക്കുന്ന ഒരു അവസ്ഥ. ദിവാകരൻ ആകെ ക്ലേശിക്കുകയാണ് ഈ ഒരു വെളിച്ചം കണ്ടിട്ട്. രാത്രി കനത്തു, എങ്കിലും ദിവാകരൻ പിൻവാങ്ങിയില്ല. പ്രകാശത്തിന്റെ കബളിപ്പിക്കലിനെ അതിജീവിച്ചും ആവശ്യമുള്ള ചിത്രങ്ങൾ തന്നെ കൈക്കലാക്കുമെന്ന് അയാൾ പ്രതിജ്ഞയെടുത്തു. ഒരു ഭയം മാത്രമാണ് അപ്പോഴും അയാളെ നിരുത്സാഹപ്പെടുത്തിയത്. ഛായാചിത്രങ്ങളുടെ സമുദ്രങ്ങൾ തന്നെ പിന്നിട്ടതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള മുഖങ്ങൾ ഏതെന്ന് അയാൾ കുറേശ്ശെ മറന്നു തുടങ്ങിയിരിക്കുന്നു. അതായത് കുറേ ചിത്രങ്ങൾ കണ്ട് കയറി വരുമ്പോ മനസ്സിലൊരു ചിത്രമുണ്ട് ഇതായിരിക്കുന്നത്, പക്ഷെ ഇത് കുറേ കണ്ടിട്ട് അതങ്ങ് പതുക്കെ മറന്നു പോകാൻ തുടങ്ങി. ഒരു ക്ഷീണമായി തപ്പി അവസാനം ഒന്നും തിരിയാത്തൊരവസ്ഥയാണ് ദിവാകരൻ ഇപ്പോൾ. അവസാനം കയറിയ കടയിൽ നിന്ന് ഇതാ എന്റെ അച്ഛൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഏതോ ഒരു വൃദ്ധന്റെ പടം വാരി വലിച്ചെടുക്കാൻ തുടങ്ങിയ സംഭവം അയാളുടെ ആത്മവിശ്വാസം ചെറുതായി ഉലച്ചിരുന്നു. അത് അയാളുടെ അച്ഛനല്ല, പക്ഷെ പെട്ടെന്ന് ഇതാ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞൊരു മാനസിക വിഭ്രാന്തി, അങ്ങനെ ഒരു തോന്നൽ. പാതിരാവായി. ദിവാകരൻ നന്നേ തളർന്ന് അവശനായി കഴിഞ്ഞു, അങ്ങേയറ്റം ടയേർഡായി. ഈ കടകൾ അടയ്ക്കാറില്ലേ? ഒരു പുതിയ കടയിലേക്ക് കയറിക്കൊണ്ട് അയാൾ അന്വേഷിച്ചു. ഇല്ലല്ലോ, കടക്കാരൻ പറഞ്ഞു, ഞങ്ങൾക്ക് രാത്രിയും പകലും എന്ന ഭേദമില്ല. അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. രാത്രിയും പകലും ഭേദമില്ലാതെ ഏതെങ്കിലും കട തുറന്നു വെക്കോ? ഇല്ല. അപ്പം അവിടെ തന്നെ നമുക്ക് ആ ഒരു ഭാവന അല്ലെങ്കിൽ ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് രാത്രിയും പകലും ഇല്ല. ആ മറുപടി അയാളെ കൂടുതൽ തളർത്തി.
ഒരിടവേള കിട്ടിയിരുന്നെങ്കിൽ എന്നയാൾക്ക് ആഗ്രഹം തോന്നി. പടങ്ങൾ നോക്കി നോക്കി കൺപോളകൾക്കും കനം വെച്ചിരിക്കുന്നു. പുതിയൊരു പടത്തിലേക്ക് മിഴിയൂന്നുമ്പോഴേക്ക് കണ്ണിൽ നിന്ന് ചാടുന്ന അവസ്ഥ. അത്രയ്ക്കും ഒരു മനുഷ്യന്റെ തളർച്ച, എന്തോ കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നു. പക്ഷെ അത് കിട്ടുന്നില്ല. എന്നാലും പ്രതീക്ഷയുണ്ട്. എന്നാലും ഇതെന്ത് ഇങ്ങനെ ആയിപ്പോകുന്നു, എനിക്കൊന്നും മനസ്സിലാവാത്തത് എന്താ എന്നുള്ള. നമുക്കിപ്പോ ചില വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ പഠിക്കാൻ അങ്ങേയറ്റ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എത്ര പഠിച്ചാലും ഇത് തലയിൽ കയറില്ല, എനിക്ക് എന്താ ഇത് പറ്റാത്ത എന്നൊക്കെയുള്ളൊരു നിസ്സഹായത നമ്മുടെ ഉള്ളിൽ വരില്ലേ. അതുപോലെ ദിവാകരനും ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വല്ലാത്തൊരു വായിക്കുമ്പോൾ നമുക്കൊരു സങ്കടം, എന്താ അയാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്നല്ലേ. എനിക്ക് അങ്ങനെ ഒരു സങ്കടം തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾ ആകെ അവശനായിരിക്കുന്നു. കടക്കാരൻ ദിവാകരന്റെ തോളിൽ തട്ടി പറഞ്ഞു, വിശ്രമിക്കൂ, പുലർന്നിട്ട് തിരച്ചിൽ തുടരാം, എനിക്ക് ക്ഷീണമൊന്നുമില്ല. ദിവാകരൻ ഉന്മേഷം നടിച്ചു മീൻസ് അഭിനയിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്കുള്ളില് നമ്മളെ പൊട്ടിക്കരയുന്നുണ്ടാവും ചില സാഹചര്യങ്ങളിൽ. പക്ഷെ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് ഒരു സങ്കടമില്ല, ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമെ ചിരിക്കുക എന്ന് പറയുന്നില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അങ്ങനെ ആകരുത്. നമുക്കുള്ള ഇമോഷൻസ് നമ്മൾ അവിടെ കാണിക്കണം. സങ്കടം വന്നാൽ കരയണം, സന്തോഷം വന്നാൽ ചിരിക്കണം. നമ്മുടെ വികാരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ആരെയോ ബോധിപ്പിക്കാനായിട്ട് നമ്മളൊന്നും നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ നമ്മൾ കാണിക്കേണ്ടതില്ല. എന്താണോ നമ്മൾ അതായിരിക്കണം നമ്മൾ. അപ്പൊ അയാൾ ഉന്മേഷം നടിച്ചു. ഞാൻ എന്റെ ബന്ധുക്കളുടെ ചിത്രങ്ങൾ തിരയട്ടെ. പുതിയൊരു ഉത്സാഹത്തോടെ അയാൾ കടയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി. അസംഖ്യം ചിത്രങ്ങളുടെ നിരയ്ക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെയും ദിവാകരൻ പകച്ചു നിന്നു. തല കറങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. മുഖങ്ങളുടെ സാദൃശ്യം അയാളെ വിഷമിപ്പിച്ചു. എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. എനിക്കൊരിക്കലും ആ ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ല. കണ്ടാൽ പോലും അവയെ ഞാൻ തിരിച്ചറിയാൻ പോകുന്നില്ല. അയാൾ സ്വയം പിറുപിറുത്തു ഈ സമുദ്രത്തിൽ നിന്ന്. അപ്പോഴേക്കും കടയ്ക്കുള്ളിലേക്ക് ഇനി നമ്മള് ശരിക്കും പറഞ്ഞൊരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു കഥയിൽ ഒരു വലിയ മാറ്റം വരികയാണ്. 2 കൊച്ചുകുട്ടികൾ കടന്നു വരുന്നു. 6-7 വയസ്സായ 2 ആൺകുട്ടികളാണ്. അവരുടെ ചൊടിയുള്ള കാലടി ശബ്ദം ആ സമയത്ത് ദിവാകരനെ ഭയപ്പെടുത്തി. അപ്പൊ എന്താ, പിള്ളേരും അയാളും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ, നമുക്ക് നോക്കാം. അയാൾ ഒരു മൂലയിലേക്ക് മാറി ഭിത്തിയിൽ ചാരി നിന്നു. ആ കുട്ടികൾ പോയി കഴിഞ്ഞ് തിരച്ചിൽ തുടരുകയാകും ബുദ്ധി എന്ന് അയാൾക്ക് തോന്നി. പുറത്ത് തെരുവിൽ വെളുപ്പാൻ കാലമാകുന്നത് ദിവാകരൻ കണ്ടു. പടങ്ങൾ നോക്കി നോക്കി കുട്ടികൾ അയാൾ നിൽക്കുന്നിടത്തെത്തി. ദിവാകരനെ കണ്ട് അവർ നിന്നു. അവരുടെ കണ്ണുകൾ അയാളുടെ തുറന്ന കൺപോളകളിൽ തറച്ചു. അവരുടെ തിരച്ചിൽ തന്റെ മുൻപിൽ ഒടുങ്ങുന്നു എന്ന് ദിവാകരൻ ഭയത്തോടെ അറിഞ്ഞു. നോക്കി നിൽക്കെ കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ. അതായത് കുട്ടികൾ പെട്ടെന്ന് കരയാണ്. അവരുടെ കണ്ണുകൾ അയാളുടെ തുറന്ന കൺപോളകളിൽ തറച്ചു. അവരുടെ തിരച്ചിൽ അയാളിൽ അവസാനിച്ചു. നോക്കി നിൽക്കെ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. നിശബ്ദമായി അവർ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടു നിൽക്കുക വിഷമമായിരുന്നെങ്കിലും എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലാതിരുന്നത് കൊണ്ട് അയാൾ അവിടെ തന്നെ നിന്നു. അല്ലാത്തൊരു വായിക്കുമ്പോ നമുക്ക് എന്താ പറയാ, ഇത് വായിക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. വല്ലാതെ ഇമോഷണലി ഇത് നമ്മളെ ഒരു വേട്ടയാടുക എന്ന് പറയുന്നില്ല. കുഞ്ഞുങ്ങൾ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ നിൽക്കുന്നേ, എന്താ അവിടെ സംഭവിക്കുന്നതെന്നൊക്കെയുള്ള ഒരു സംശയം നമ്മളിൽ വരികയാണ്. ഏറെ നേരത്തെ കരച്ചിലിന് ശേഷം അവർ കടക്കാരനെ അകത്തേക്ക് വിളിച്ചു. ഇതാ ഈ പടമാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏങ്ങലടിക്കിടയിൽ അവർ പറഞ്ഞു. കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കടലാസ് കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങി. കാരണം മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നല്ലോ അത്. കഥ അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയേ. കാരണം മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നല്ലോ അത്. തുടക്കം അങ്ങനെയായിരുന്നു, മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവ്. അവസാനവും അങ്ങനെ തന്നെ. വല്ലാത്ത വായനക്കാരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു കഥ അല്ലെ. അതായത് ദിവാകരന്റെ അച്ഛന്റെയും അമ്മയുടെയും ചിത്രങ്ങൾ തേടി വരുന്നു, അലയുന്നു. ആകെ വെപ്രാളം, പ്രതീക്ഷ, പ്രത്യാശ. അത് നശിക്കുന്നു, തളരുന്നു. പെട്ടെന്ന് 2 കുട്ടികൾ വരുന്നു. അവര് കുറെ തപ്പി അവസാനം വന്നെത്തുന്നത് ദിവാകരന്റെ മുൻപില്. അങ്ങനെ അതാ ഞങ്ങൾക്ക് വേണ്ടതെന്ന് കുട്ടികൾ പറയുമ്പോൾ കച്ചവടക്കാരൻ അതൊരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ എടുത്തു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കപ്പോ ദിവാകരൻ ഒരു ഫോട്ടോയായിരുന്നു അല്ലെ, നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം, പല രീതിയിൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നെങ്കിൽ ദിവാകരൻ ഒരു അനാഥനായിരിക്കാം. അതായത് ദിവാകരന് തന്റെ അച്ഛന്റെയും അമ്മേന്റെയും രൂപം അയാൾ കണ്ടിട്ടില്ല. പക്ഷെ അയാൾക്ക് അയാളുടെ മനസ്സിലൊരു രൂപം അത് വെച്ച് അയാൾ അന്വേഷിക്കാൻ ഇറങ്ങുന്നു.
അല്ലെങ്കിൽ ആയ കാലത്ത് അവരുടെ വില അറിയാതെ പോയി. അതായത് മാതാപിതാക്കൾ ഉണ്ടായിരുന്നിട്ടും അവർക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാതെ, അവരെ സ്നേഹിക്കാതെ, അവരെ തള്ളിപ്പറഞ്ഞൊരു ജീവിതം നയിച്ചു. അവസാന കാലം ആയപ്പോഴത്തേക്കും ഭയങ്കര ഒരു കുറ്റബോധം തോന്നിയിട്ട് അവരെ തേടി വരുന്ന അല്ലെ അവരുടെ അവരിങ്ങനെ വേട്ടയാടുക, അവരുടെ ഓർമ്മകൾ ഇങ്ങനെ വേട്ടയാടുക, ഞാൻ ചെയ്ത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അന്വേഷണമായിട്ട് നമുക്കിതിനെ കാണാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ കുട്ടികളുടെ ആറുമാണ് ദിവാകരൻ എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ നമുക്ക് ഏത് രീതിയിലും എടുക്കാം. ഇപ്പം ചിലരില്ലേ ഒരുപാട് എന്തൊക്കെയോ നേടണമെന്ന് ആഗ്രഹിച്ച് പലതിന്റെ പിന്നാലെ പോയി ജീവിതം തന്നെ ചിലതിനു വേണ്ടി മാറ്റിവെച്ച് അവസാനം ഒന്നുമല്ലാതായി പോകുന്ന ചില മനുഷ്യ ജന്മങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇനിയും ഒരുപാട് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനുഷ്യന്റെ പല അവസ്ഥാവിശേഷങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒന്നും അല്ലാതെ തീരുന്നൊരു മനുഷ്യൻ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ എടുക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫില് നമ്മുടെ പ്രസന്റ് ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പാസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മുടെ പാസ്റ്റിൽ നിന്നും കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് പ്രസന്റിൽ എങ്ങനെ കാര്യങ്ങളെ നേരിടണമെന്നും ഫ്യൂച്ചറിനെ എങ്ങനെ നമുക്ക് സ്വപ്നം കാണാമെന്നും ഒക്കെ പഠിപ്പിക്കുന്നത്. അപ്പം പ്രസന്റിനും പാസ്റ്റിനും ഫ്യൂച്ചറിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ജീവിക്കുന്ന കാലം അതാണ് പിന്നീട് ഇന്നത്തെ ഈ ഒരു ദിവസം ആണ് നാളെ എന്താകുന്നത്, പാസ്റ്റ് ആകുന്നത്. അപ്പൊ ഈ ദിവാകരൻ തന്നെ ചിലപ്പോൾ അയാളുടെ പ്രസന്റ് ലൈഫിൽ ഒട്ടും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാത്തൊരു മനുഷ്യനായിരിക്കാം. അത് പിന്നീട് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു, ഒരുപാട് കാലങ്ങൾ മുൻപോട്ടെത്തി. അപ്പൊ പിൻപോട്ട് നോക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളാണുള്ളത്, ഒരുപാട് വേദനകളാണുള്ളത്. ഒരുപാട് തിരഞ്ഞു, പക്ഷെ കിട്ടുന്നില്ല അല്ലെ. നഷ്ടപ്പെട്ടോട്ടെ, എനിക്ക് വീണ്ടെടുക്കാം എന്നൊരു ചിന്ത കുറച്ചൊക്കെ നല്ലതാണ്, ചില രീതികളിൽ ചിന്തിക്കുമ്പോൾ നല്ലതാണ്. പക്ഷെ നഷ്ടപ്പെടുന്ന എന്തിനേയും നമുക്ക് ചിലപ്പോൾ വീണ്ടെടുക്കാൻ സാധിക്കില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ചില ഓർമ്മകൾ, നമ്മുടെ സമയം എന്നൊക്കെ പറയുന്നത്. അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റില്ല. ഇന്നലത്തെ സമയം ഇന്നൊരിക്കലും നമുക്ക് കിട്ടില്ല. ഇന്നത്തെ സമയം ഇന്നിന്റേതാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, ഒരു കുറ്റബോധം പിന്നീട് തോന്നാതിരിക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്താലാണ്, ഇപ്പൊ ദിവാകരനെ പോലെ അയാൾക്ക് എന്തോ ചില പിഴവുകൾ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊരു വെപ്രാളവും മാനസിക വിഭ്രാന്തിയിലേക്കും ഒക്കെ അയാള് കടന്നു പോകേണ്ടി വരുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നും പറയുന്നത് പോലെ നോട്ട് ചെയ്ത് വെക്കാം. ഈ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. പിന്നെ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പം ഞാൻ എടുത്ത ഈ ഒരു പാഠഭാഗത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. നിങ്ങൾക്കും ഇനി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ ചോദിക്കാം. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങൾ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും